ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മ എന്തിനാ ഞങ്ങളെ നോക്കുന്നേ? അല്ല, നിങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കുത്തിത്തിരിപ്പുണ്ടാക്കി അവന്റെ മനസ്സ് നാശാക്കിയോന്ന് അറിയില്ലല്ലോ. ഞങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? ആ, എനിക്കെങ്ങനെ അറിയാം? നിങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ അർത്ഥവും പ്രയോജനം എന്താണെന്ന് ദൈവത്തിന് പോലും അറിയില്ലല്ലോ. ദേ അമ്മേ, വേണ്ട. ഒന്നും രണ്ടും പറഞ്ഞ് നീ ഇനി വഴക്കിടാൻ നിൽക്കണ്ട. ഒന്നാമത് അമ്മ ആകെ ടെൻഷനില്ല. അത് അമ്മയ്ക്ക് വേറെ പണിയില്ലഞ്ഞിട്ടാ. ദുർഗ ഇവിടെ പാതിരാത്രിക്ക് മീറ്റിംഗ് ആണ്, ചാറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് പബ്ബിലും പാർക്കിലും ഒക്കെ പോയിട്ട് വരുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ല. അതിന് ടെൻഷനും ഇല്ല, നാണക്കേടുമില്ല. പ്രായമായ ഒരു ആൺകൊച്ച് ഒരു അരമണിക്കൂർ താമസിച്ച ടെൻഷനാണ്. ഇതൊക്കെ ആരെ ബോധിപ്പിക്കാനമ്മേ? എനിക്കൊന്നും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ആ സ്വപ്നം കണ്ടതു മുതൽ മനസ്സിനൊരു ഭാരം. അവനെ വളർത്തി ഇത്രയാക്കിയത് ഞാനും കൂടിയല്ലേ. ദുർഗയെ ദ്രോഹിക്കുന്നതിൽ നീ തിരക്കായതുകൊണ്ടേ അവനെ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇതിനൊക്കെ ഞാൻ മറുപടി പറയാൻ നിന്നാലേ ശരിയാവില്ല. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അമ്മ ഈ വീടിന്റെ സമാധാനം കളയുന്ന ഉറപ്പിച്ചു തുടങ്ങിയിരിക്കുവാണോ? അതിന് ഞാൻ എന്താ പറഞ്ഞേ? ഓ, ഒന്നും അറിയാത്ത നിഷ്കളങ്ക. അതെ, അവനിങ്ങ് വന്നോളൂ അമ്മേ. മോളെ, നീ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കിയേ. ബെല്ലുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. ഇനി ഫോൺ എവിടെയെങ്കിലും കളഞ്ഞു പോവോ മറന്നു വെക്കുകയോ ചെയ്തിട്ടുണ്ടാവോ? ആർക്കറിയാം മോളെ. ഹലോ ജെഡി. അഖിൽ, എനിക്കൊരു ഹെൽപ്പ് വേണം. എന്റെ ബ്രദർ അബിയെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അബിയുടെ നമ്പർ ഞാൻ സെൻഡ് ചെയ്ത് തരാം. അതിന്റെ ലൊക്കേഷൻ ഒന്ന് ട്രേസ് ചെയ്യണം. ഓക്കെ, ഞാൻ നോക്കിയിട്ട് വിളിക്കാം. ഓക്കെ. ഇവനത് എവിടെ പോയിരിക്കായിരിക്കും, അതും പറയാതെ. അബി എന്താ ഫാമിലി ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചത്? ഞാനൊരു ഫ്രണ്ടിന്റെ വീട്ടിലാണ്, നാളെ തിരിച്ചെത്തും. ഇവനെന്താ ഫോൺ എടുക്കാത്തെ? ഹലോ. ആ ജെഡി, അബിയുടെ ഫോൺ ഓൺ ആയിട്ടുണ്ട്. ലൊക്കേഷൻ ടൗണിൽ തന്നെയാ. നമ്മൾ സംസാരിച്ച് വെച്ച ഉടനെ അബിയുടെ മെസ്സേജ് വന്നു, ഏതോ ഫ്രണ്ടിന്റെ വീട്ടിലാണ്, നാളെ വരുമെന്നൊക്കെ. ഓക്കെ, അപ്പൊ ടെൻഷൻ മാറിയല്ലോ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അല്ലേ, നൈറ്റ് പാർട്ടി എന്തെങ്കിലും ആയിരിക്കും. അതെ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.